ജോൺസടാ, കഴിഞ്ഞ മാസം നമ്മൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാര്യം ചർച്ച ചെയ്തിരുന്നു. അന്ന് ജോൺസേട്ടൻ പറഞ്ഞത് ചെറിയൊരു രീതിയിലുള്ള ചാൻസ് ഉള്ളൂ എന്നാണ്. ഇന്നലെ ഇറാൻ ഇസ്രായേൽ സംഘർഷം, അതായത് ഇറാൻ 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് നിക്ഷേപിച്ചു. അപ്പൊ ഈ സാഹചര്യത്തിൽ എന്താണ് ഒരു യുദ്ധ സാധ്യത എന്തെങ്കിലും കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് പോരാളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി 1000-ലധികം ഇസ്രായേലികളെ പിടിച്ചു കൊണ്ടുപോയും വളരെയധികം ആളുകളെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇസ്രായേൽ ഗാസയിലേക്ക് കടന്നു കയറിയും ശക്തമായ ഹമാസുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം 40,000-ലധികം ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടു. സത്യത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം ഗാസയ്ക്ക് സംഭവിച്ചത് നഷ്ടങ്ങൾ മാത്രമാണ്. അവരുടെ എല്ലാ ഒരുമാതിരി നേതാക്കന്മാരും മുഴുവനും കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ ഹമാസിന് പിന്തുണമായി ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. അതേപോലെ തന്നെ യമനിലെ വിമതരായ ഹൂതികളും ഹിസ്ബുള്ളയെ തിരിച്ചടിച്ചതിന് ശേഷം അവരുടെ നേതൃത്വ നിരയെ തന്നെ നിശേഷം തുടച്ചു നീക്കി ഇസ്രായേൽ. മാത്രമല്ല അവരെ സൈനിക ശക്തിയെ ക്ഷയിപ്പിച്ചു. യമനിലെ ഹൂതികൾക്കും ഇതേപോലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഈ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും പിന്നിലുള്ള ഇറാൻ ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇറാൻകാർ. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ തന്നെ ഈ യുദ്ധത്തിൽ 100% പിന്തുണ ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഹമാസിനും. ഇപ്പോൾ ഈ ഇറാനൊഴിച്ച് ബാക്കി 3 കക്ഷികൾക്കും നിലം തൊടാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റൊരവസ്ഥയാണ്. കാരണം ഇറാനിൽ വെച്ച് ഹമാസിൻ്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ പ്രധാനികൾ മുഴുവനും ഇല്ലാതായിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാനെ ഒരു അഭിമാനം നിലനിർത്തണമെങ്കിലും ഇറാൻ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തണം. ആ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു അറ്റാക്ക് നടത്തിയത്. ആ അറ്റാക്കിൽ ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ കാണുന്നത്. സത്യത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് സത്യത്തിൽ ഇറാൻ്റെ ഭരണകൂടത്തിന് വളരെ ദോഷമായിട്ട് മാറാനാണ് സാധ്യത. ഇസ്രായേലിനെ ഇനി അടുത്ത ലക്ഷ്യം ഇറാനിലെ ഭരണാധികാരികളെ, ഭരണകൂടത്തിന് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു നീക്കമായിരിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഞാൻ ഒരു പൂർണ്ണമായ യുദ്ധം അല്ലെങ്കിൽ ഒരു 3ാം ലോക മഹായുദ്ധം എന്ന തരത്തിലേക്ക് ഇത് ഡെവലപ്മെൻറ്റ് ചെയ്യാതെ ഇറാൻ്റെ ഭരണ നേതൃത്വത്തെയും അവരുടെ രാജ്യത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകളെ അവരെ മുഴുവനും നശിപ്പിക്കുന്ന തരത്തിൽ ഒരു ശ്രമം നടത്തി ഇറാനിൽ ഒരു പുതിയൊരു ഗവൺമെൻറ്റിനെ സ്ഥാപിച്ച് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സർക്കാരിനെ ഇറാനിൽ സ്ഥാപിക്കുക എന്ന തരത്തിലുള്ളൊരു നീക്കമായിരിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഒരിക്കലും അതൊരു 3ാം ലോക മഹായുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയില്ല. കാരണം അതിനുള്ള സാഹചര്യം ഓൾറെഡി റണ്ണിങ്ങിലില്ല. കാരണം റഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും അടുത്തേക്ക് എത്തുമ്പോൾ ഉക്രൈനെ പൂർണ്ണമായിട്ട് വളരെ എളുപ്പത്തിൽ ശക്തമായ ആക്രമണത്തിൽ കീഴ്പ്പെടുത്തി എടുക്കാൻ ഒരു തന്ത്രത്തിൻ്റെ ഉള്ളതുകൊണ്ട് റഷ്യ പരസ്യമായിട്ട് ശക്തമായി ഇതിലേക്ക് ഇടപെടാനുള്ള സാധ്യതയില്ല. പിന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം തൈവാനെ കീഴ്പ്പെടുത്തലാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് അവർ താൽക്കാലികമായിട്ട് ചെറിയ തോതിലുള്ള സഹായങ്ങളല്ലാതെ ശക്തമായിട്ടുള്ളൊരു മുന്നിലേക്ക് വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഇറാൻ്റെ ഭരണ നേതൃത്വത്തിനെ തുടച്ചു നീക്കുന്നതോടുകൂടി ഈ യുദ്ധം അവസാനിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയാണ് എൻ്റെ റീഡിങ്ങിൽ ചാൻസ്. നീ എന്തെങ്കിലും പറയാനുണ്ടോ?